താൻ എന്താണോ പൊതുവാളായി പറയുന്നത്? അതേന്ന്, അതുകൊണ്ടല്ലേ രാമവർമ്മ സാറ് ഉടനെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഈ കേട്ടതൊന്നും എനിക്ക് സഹിക്കാനാവണില്ല. അതെ, അതാണ് വിധി എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, കുഞ്ഞുണ്ണി 6 മാസം കഴിഞ്ഞേ വരുമെന്ന് ടെലഗ്രാം അയച്ചത് ഞാനാ. കാര്യങ്ങൾ അറിയിക്കാൻ രേവതി ഇങ്ങോട്ട് അയച്ചതുവാ. ഇവിടെ രേവതിയും ഇല്ല, പുരുരുട്ടാതിയും ഇല്ല. 2 കള്ളപ്പന്നികൾ തമ്പ്രാന്റെ മുമ്പിൽ കിടന്ന് കുഞ്ഞുണ്ണി ചരിതം ആട്ടക്കഥ ആടിക്കൊണ്ടിരിക്കുക. അവന്മാരെ അവിടുന്ന് എല്ലാം അടിച്ചോണ്ട് പോകുന്നതിന് മുമ്പ് ഈ കള്ളക്കളി ഒന്ന് അവസാനിപ്പിക്കണം. എന്നാ ഇനി താമസിക്കണ്ട, താൻ ഒരു ടാക്സി അറേഞ്ച് ചെയ്തോളൂ. നീ എന്താ അവിടെ കാണിച്ചത്? വീട്ടിലേക്ക് വിളിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞു, പേടിക്കാനൊന്നുമില്ല, അമ്മയ്ക്ക് സുഖമാണെന്നാ പറഞ്ഞു. അതുകൊണ്ട് ഈ പാവ അമ്മ കുഞ്ഞുണ്ണിക്കായി കൂട്ടിവെച്ച പണമല്ലേ അങ്ങോട്ട് അയച്ചത്. അവരോടൊന്ന് നന്ദി പോലും പറയാൻ നിവൃത്തിയില്ലല്ലോ. എടാ, അത് അവരറിഞ്ഞോണ്ട് തന്നല്ലേ? നമുക്ക് തന്നതല്ലോ. എടാ, ഏത് നിമിഷവും നമ്മുടെ ജീവിതം പട്ടിയോ പൂച്ചയോ കടിച്ചോണ്ട് പോകുന്ന നിലയിലാണ്. തോമസിനെ പിടിച്ചാൽ പോലീസ് നമ്മളെ തപ്പും. അതിനു മുമ്പ് രാജ്യം വിടണം. നമ്പീശനെയും പെണ്ണിനെ 5 ദിവസമായിട്ട് കാണാനില്ല. വിസയ്ക്ക് കാശടക്കാൻ ഇനി 4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. മനുഷ്യൻ ഒരുമാതിരി കാലിന്റെ അടി തീയുമായിട്ട് നിൽക്കുമ്പോഴാ പണ്ടാരടങ്ങാൻ അവന്റെ ഒടുക്കത്തൊരു സെന്റിമെന്റ്സ്. നീ ഒരു കാര്യം ചെയ്, നീ പോയി കിടന്ന് ഉറങ്ങ്. ചെല്ല്. ടാക്സി! എന്നെ കുറഞ്ഞ അവളെ പിടിയടാ. എത്ര നേരമായി ഒരു ടാക്സി ഇതുവരെ കിട്ടിയില്ലേ? എയ്റോപ്ലെയിൻ ഓടിക്കുന്നതിനേക്കാളും വലിയ പോസായി ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാർക്ക്. CBI ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെയല്ലേ ചോദിക്കണേ, എവിടേക്കാ പോണേ, എന്തിനാ പോണേ? ഞാൻ ഇവിടെ നിലയില്ലാത്ത വെള്ളത്തിൽ നീന്തി തുടിക്കാൻ. ഒരു ടാക്സി. ഇതും പോയി. ഈ കുട്ടികളെ കൊണ്ട് തോറ്റു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട കണക്ക് കുട്ടിയുള്ള നടപ്പാ തെറ്റുന്നത്. എന്താ വല്യച്ച? സേതു എവിടെ? വല്യമ്മ മോളിലുണ്ട്. ചെറിയ മുറിവുകളേ ഉള്ളൂ, ഫ്രാക്ചർ ഒന്നുമില്ല. വീഴ്ചയിലുണ്ടായ മെന്റൽ ഷോക്ക് കാരണം ബോധം നഷ്ടപ്പെട്ടതാ. പേടിക്കാനൊന്നുമില്ല. പക്ഷേ സ്റ്റെയർ കേസിൽ എങ്ങനെ ടീപ്പോയി വന്നു? കുട്ടികൾ ആരെങ്കിലും വലിച്ചിട്ടതാവും, അസത്തുക്കളല്ല. വെറുതെ അവരെ കുറ്റമൊന്നും പറയണ്ട. രാമേട്ടൻ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നു ഞാൻ കണ്ടല്ലേ. ഞാൻ എക്സസൈസ് ചെയ്യാനെടുത്ത കസേര, ഇത് ഡ്രസ്സിംഗ് ടേബിൾ സ്റ്റൂളാ. ഓരോരുത്തരെ കെട്ടിയൊരുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കണേ ഞാനും കണ്ടിട്ടുണ്ട്. നീ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? എന്റെ ഭാര്യയെ കുറിച്ചാ? അതെ, ആണെന്ന് തന്നെ വെച്ചോ. മതി. നീ എന്താ ഈ കാണിച്ച്? തള്ളയത്തോ? ഇല്ല, ഈശ്വരൻ ഇപ്പൊ അവരോടൊപ്പം ഉണ്ട്. അവരുടെ ഈശ്വരൻ ഇപ്പൊ എന്റെ ഈ പെട്ടിക്കകത്തുണ്ട്. ലക്ഷങ്ങൾ വരെയുള്ള ഈശ്വരൻ. നീ കേട്ടിട്ടില്ലേ? പണമുള്ളവൻ പണക്കാരൻ, ലക്ഷമുള്ളവൻ പ്രഭു.
കോടിയുള്ളവൻ ഈശ്വരനെന്ന്. ഈ ഈശ്വരനെ വെച്ച് കോടി വല്ലതും ഉണ്ടാക്കാനൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഉള്ളവനാണ് ഇതൊക്കെ ആകുന്നത്, മോഷ്ടിക്കുന്നവനല്ല. കോണ മോഷ്ടിച്ചാലും കോടികൾ മോഷ്ടിച്ചാലും കള്ളം തന്നെ. അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് എന്തായാലും ഇനി നഷ്ടപ്പെടാനൊന്നും. നഷ്ടപ്പെടാൻ ഒന്നുമില്ല, പോയി തൂങ്ങിച്ചവിടാ. അതാ അന്തസ്സുള്ളവൻ ചെയ്യേണ്ടത്. അന്തസ്സും ആഭിജാത്യം എല്ലാം കെട്ടിപ്പിടിച്ചോണ്ട് കുറെ നാൾ ഇരുന്നല്ലോ. എന്നിട്ട് എന്തുണ്ടായി? ആകാശത്ത് ആരെങ്കിലും വായിലോട്ട് ഉരുട്ടി വെച്ചെന്നോ? നീ കാണിച്ച കൊള്ളരുതായ്മയ്ക്കൊക്കെ ഞാൻ കൂട്ടു നിന്നില്ലേ? എന്നിട്ട് എന്ത് കിട്ടി? നീ വെള്ളിക്കരണ്ടി വായി കോരി ഒഴിച്ചെന്നാ. നിവർത്തികേടിന്റെ പേരിൽ കുറെ തട്ടിപ്പിനും പറ്റിപ്പിനും ഒക്കെ ഞാൻ കൂട്ടുന്നു. പക്ഷെ അതൊന്നും ആരും വേദനിപ്പിക്കാനായിരുന്നില്ല. പക്ഷെ നീ കാണിച്ച ക്രൂരതയാണ്. നന്മയും സ്നേഹവും മാത്രം അറിയാവുന്ന ഒരു പാവത്തിനാ നീ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത്. കൊല്ലണമെന്നൊന്നും ഞാൻ കരുതിയില്ല. ആ കുരുടനെയും കുരുടെയും ഇവിടെ നിന്ന് മാറ്റി നിർത്തണം, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചത്തുപോയിരുന്നെങ്കിൽ ഓട്ടം നിൽക്കും, പോയി തൊലേട്ടടാ. ഞാൻ എന്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. നീ കാണിച്ചത് കടും കൈയാണ്. ഇനി ഇതും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്തോ? അതേടാ, ഇത് അവരുടെ വെളിച്ചമാണ്, ആത്മാവാണ്, ആശ്വാസവും ആത്മവിശ്വാസമാണ്. ഇതെന്റെ ആവശ്യമാണ്. ഒന്നും രണ്ടുമല്ല, 16 ലക്ഷമാ വില പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് കിട്ടുമെന്ന് പറഞ്ഞാലും ശരി, ഇത് ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാനിത് കൊണ്ടുപോകും. എന്നാൽ അങ്ങനെ അത് നടക്കും. മാറാ പട്ടി. എന്താ എല്ലാരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം. ഇനി എല്ലാവർക്കും പോവാം. അച്ഛനെന്താ അങ്ങനെ പറയുന്നത്? കാരണമുണ്ട്. 10-20 വർഷമായി ഞങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഇവിടെ ജീവിക്കുന്നു. എനിക്ക് സേതുവിന് ഞാനും മാത്രം. കണ്ണ് കാണില്ലെങ്കിലും ഇവിടെ മുഴുവൻ ഞങ്ങൾക്ക് കാണാപ്പാടമാണ്. ഏതൊക്കെ സാധനം എവിടൊക്കെ ഇരിക്കുന്നു എന്ന് കൃത്യമായി ഞങ്ങളുടെ കൈക്കും കാലിനും മനസ്സിനും അറിയാം. അതിലേതെങ്കിലും ഒരു വസ്തു അണുവിട മാറിയാൽ കണക്കൂട്ടിൽ മുഴുവൻ തെറ്റും. അതാണല്ലോ ഇപ്പൊ സംഭവിച്ചത്. നിങ്ങളുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയും തോന്നിവാസവും കാരണം എനിക്ക് എന്റെ സേതുവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല, നഷ്ടപ്പെടാൻ പറ്റില്ല. സത്യം തുറന്നു പറയാം, കുഞ്ഞുണ്ണി വന്ന സന്തോഷം നിങ്ങളൊക്കെ വന്നതോടെ ഒരു അസ്വസ്ഥത കലർന്നതായി പോയി. അച്ഛൻ എന്താ എത്ര ക്രൂരമായി സംസാരിക്കുന്നേ? ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കും. നിന്റെ അച്ഛനും അമ്മയും അമ്മായിമാരും ഉൾപ്പെടെ എല്ലാ ബന്ധുക്കളും ഞങ്ങളോട് കാണിച്ചത് ആ ക്രൂരത. അന്ന് കാർ ആക്സിഡന്റില് എന്റെ മോനും മരുമോളും മരിച്ചുപോയി. വിൻഷീൽഡ് പൊട്ടിത്തെറിച്ച് ചില്ല് കുത്തിക്കേറി ഞങ്ങൾ അന്ധരായി. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നത് ബാല്യക്കാരുടെയും കാര്യസ്ഥന്റെയും കൈപിടിച്ച. ബന്ധമെന്നും സ്വന്തമെന്നും പറയാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞിരുന്നല്ലോ. അന്നൊന്നും ഇല്ലാതിരുന്ന സ്നേഹവും കൊണ്ട് നിങ്ങൾ ഇപ്പൊ വന്നപ്പോ അസ്വസ്ഥത തോന്നി. തെറ്റുണ്ടോ? അല്പം മനസമാധാനത്തോടെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോട്ടെ. കുഞ്ഞുങ്ങളുടെ കല്യാണം അറിയിക്കാം. കാണേണ്ടവർക്കും വരേണ്ടവർക്കും അപ്പൊ വരാം. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾക്ക് പറയാനുള്ളോടി പറയാം. എന്താ? ഇവിടെ ഒരു പെട്ടിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തരാനുള്ളതൊക്കെ തന്നൂന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ അതുമാത്രം ഒളിച്ചു വെച്ചത്? പെട്ടിയുടെ കാര്യം സത്യമാ, പക്ഷേ അത് കുഞ്ഞുണ്ണിക്കുള്ളതാ. കുഞ്ഞുണ്ണിക്കുള്ളതൊക്കെ ഭാഗം വെച്ചപ്പോ തീരുമാനിച്ചതല്ലേ? അന്നില്ലാത്ത പെട്ടി ഇപ്പൊ എങ്ങനെ വന്നു? ഓഹോ, അപ്പൊ സ്നേഹവും ബന്ധവും കൊണ്ടൊന്നുമല്ല, പെട്ടിക്കകത്തുള്ളത് പങ്കുവെക്കാനാ എല്ലാരും കൂടെ വന്നത് അല്ലേ? അത് തേടാനാ ചിലരൊക്കെ രാത്രി എന്റെ മുറിക്കകത്ത് കയറിയത്. ഞങ്ങളാരും ആരും മുറിയിലും കയറിയിട്ടില്ല. കയറിയവരുണ്ട് ഇവിടെ. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് തെറ്റൊന്നുമില്ല. ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടല്ലേ? ഭാഗം വെച്ച് വിരിഞ്ഞപ്പോ ഈ പെട്ടി മാത്രം എന്തിനാ ഒളിച്ചു വെച്ചു? അതിലും വിലപ്പെട്ടതായി ഒന്നും ഇവിടില്ല എന്ന് അച്ഛൻ തന്നെ പറഞ്ഞല്ലോ, ഇല്ലേ? അതെ,
എനിക്കും സേതുവിനും അതിലും വിലപ്പെട്ടതായി ഇവിടെ ഒന്നുമില്ല. അത്രയും വിലപ്പെട്ടത് കുഞ്ഞുണ്ണിക്ക് മാത്രമായിട്ട് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിലൊരു പങ്കിന് ഞങ്ങൾക്കെല്ലാം അവകാശമുള്ളതല്ലേ? അതെ, തരാൻ ഭാവമില്ലെങ്കിലേ നിയമപരമായിട്ട് അവകാശപ്പെടാനും ഞങ്ങൾ മടിക്കില്ല. വേണ്ട, വീതം തരാം. അതിന്റെ പേരിൽ യുദ്ധം വേണ്ട. പത്രം കൂടെ വാ. എട്ട് വയസ്സില് വർമ്മയുടെ കയ്യും പിടിച്ച് കുഞ്ഞുണ്ണി ഇവിടുന്ന് ഇറങ്ങിയപ്പോ പൊന്നുപോലെ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു പോയതാ ഈ കുന്നിക്കുരും മഞ്ചാടിയും മരപ്പാവുകളും ഒക്കെ. അവന്റെ സ്വത്ത് എന്നും എടുത്ത് തലോടി പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചതാ ഞങ്ങള്. കൊണ്ടുപോ, കൊണ്ടുപോ. ആർക്കെന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തോണ്ട് പോ. കണ്ടുപോകുന്ന ഒരാളെ ഈ പടിക്കകത്തിന് വേണ്ടാരേ. എനിക്കും സേതുവിനും പൊക്കോ. ഈ നിമിഷം ഇവിടുന്ന് പൊക്കോണം. ഇയാൾക്ക് ഭ്രാന്ത. അച്ചച്ച, എല്ലാം നീ തന്നെ ഏൽപ്പിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണിക്ക് ഓർമ്മയുണ്ടോ? 2013 കുന്നിക്കുരു ഉണ്ടായിരുന്നു. നീ വരുന്നതിന്റെ തലേന്നും ഞാൻ എണ്ണി നോക്കി വെച്ചതാ. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. പോകാം. ദുബായിക്ക് പോകാനുള്ള പണം അടയ്ക്കേണ്ട അവസാന ദിവസമല്ലേ നാളെ. ദാ 2 പേർക്കുള്ള പണം. കക്കാനും മോഷ്ടിക്കാനും നിൽക്കണ്ട. ദാനം തരുന്നതായിട്ട് കരുതുകയും വേണ്ട. ചെയ്ത അധ്വാനത്തിനുള്ള കൂലിയാണിത്. ഇത്രയും നാൾ നിങ്ങളിവിടെ നിന്നതിന്, ആ പാവം തമ്പുരാനെയും തമ്പുരാട്ടിയും ചിരിപ്പിച്ചതിന്, സന്തോഷിപ്പിച്ചതിന്, ആടിപ്പാടി രസിപ്പിച്ചതിന്. കുഞ്ഞുണ്ണി എവിടെ പോയി എന്നുള്ളതിന് ഉത്തരം എന്റെ കയ്യിലുണ്ട്. പൊയ്ക്കോളൂ. നിങ്ങളിവിടെ ഒന്നും ചോദിക്കണ്ട. നിങ്ങളുടെ കാര്യം കഴിഞ്ഞില്ലേ? പോകാം. എനിക്ക് ഈ കുടുംബവുമായി ചില ബന്ധങ്ങളും കടപ്പാടുകളൊക്കെയുണ്ട്. അത് തീർത്തിട്ട് ഞാനും പോവും. അത്രയൊക്കെ അറിഞ്ഞാൽ മതി ഇപ്പോൾ. ഗുഡ് ബൈ.